വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ 47ാമത്തെ ശ്ലോകം നമ്മുടെ കഴിഞ്ഞു, 5ാം സർഗത്തില് അല്ലെ. അപ്പൊ അതിൽ എന്താ പറഞ്ഞ വെച്ചാൽ ഏതൊരു ബ്രഹ്മസ്വരൂപൻ, അതായത് ഉപനിഷത്തുകളാൽ അറിയപ്പെടാൻ യോഗ്യമായിരിക്കുന്ന ആരാണോ, ബ്രഹ്മസ്വരൂപനായിട്ടുള്ള ഏതൊരുവനാണോ, പിന്നെയോ യാതൊരുവന്റെ നാഭിയിൽ നിന്നുണ്ടായ നാഭിയിൽ നിന്നുണ്ടായ കമലത്തിൽ ഉണ്ടായ ബ്രഹ്മദേവന് കമലാസനൻ എന്ന നാമം സിദ്ധിച്ചത് എന്തുകൊണ്ടാണോ ആ ആള്, അതിന് കാരണക്കാരനായിട്ടുള്ള ഭഗവാനെ, പിന്നെയോ സഹസ്രനാമങ്ങളില് ശിവഭഗവാന് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള രാമനാമം സ്വീകരിച്ച് ഭൂമിയില് മനുഷ്യനായി അവതരിച്ച ആ പരബ്രഹ്മം തന്നെയായ ശ്രീരാമചന്ദ്രനെ ഞാൻ ഹൃദയത്തിൽ സ്മരിക്കുന്നു എന്നാണ് അഹല്യ പറഞ്ഞത് കഴിഞ്ഞ ശ്ലോകത്തില് അല്ലെ. ഇനി നമുക്ക് 48ാമത്തെ ശ്ലോകം ചെയ്യാം. യസ്യാവതാരചരിതാനി വിരിഞ്ചി ലോകേ ഗായന്തി നാരദമുഖാ ഭവപത്മജാദ്യാഃ ആനന്ദജാശ്രുപരിഷിക്തകുചാഗ്രസീമാ വാഗീശ്വരീ ച തമഹം ശരണം പ്രപദ്യേ. വിരിഞ്ചി ലോകെ എന്ന് പറഞ്ഞാൽ വിരിഞ്ചൻ ബ്രഹ്മാവാണ്. ബ്രഹ്മലോകത്തിൽ നാരദമുഖാഹ, നാരദനെ പോലെ ഉള്ളവരും നാരദാദികളും ഭവപത്മജാദ്യാഹ, ശിവൻ ബ്രഹ്മാവ് മുതലായവരും ആനന്ദജാശ്രു പരിഷിക്ത കുചാഗ്ര സീമ വാഗീശ്വരീച്ച, ആനന്ദബാഷ്പം കൊണ്ട് അഭിഷേകം ചെയ്യപ്പെട്ട പിന്നെ കുജങ്ങൾ, അതായത് സ്തനങ്ങളോട് കൂടിയ സരസ്വതി ദേവിയും, അതായത് സന്തോഷക്കണ്ണീരുണ്ട്, ആനന്ദബാഷ്പം കൊണ്ട് നനഞ്ഞ സരസ്വതി ദേവിയും. അതപ്പൊ എല്ലാവരെയും പറഞ്ഞിട്ട് നോക്കൂ, നാരദാദി മുഖ്യന്മാര്, ശിവൻ ബ്രഹ്മാവ് മുതലായവര്, സരസ്വതി ദേവി. യസ്യ അവതാരചരിതാനി ഗായന്തി, ഈ പറഞ്ഞവരെല്ലാം അങ്ങയുടെ അവതാര കഥകളെ പാടിക്കൊണ്ട് ഇരിക്കുകയാണ്. തം അഹം ശരണം പ്രപദ്യേ, അങ്ങനെ ഇവരാലെല്ലാം പ്രകീർത്തിക്കപ്പെടുന്ന ചരിത്രം ഉള്ള ആളാരാണ്? ശ്രീരാമചന്ദ്രസ്വാമി. അതാണ് പറഞ്ഞത്. ഈ ശ്രീരാമചന്ദ്രസ്വാമിയുടെ ചരിതങ്ങള് ബ്രഹ്മലോകത്തില് നാരദാദി ദേവന്മാരും ബ്രഹ്മാവും ശിവനും അത് പാടുമ്പോഴത്തെ സന്തോഷം കൊണ്ട് സ്വന്തം നനഞ്ഞ് അത് പാടിക്കൊണ്ടിരിക്കുന്ന സരസ്വതി ദേവിയും ഒക്കെ ആരുടെ ചരിതാണോ പാടണ ആ ശ്രീരാമദേവനെ ഞാൻ ശരണം പ്രാപിക്കുന്നു. അതായത് ഭഗവാന്റെ മാഹാത്മ്യം എടുത്തെടുത്ത് പറയാണ് അഹല്യാദേവി. ഇവരാലെല്ലാം ചരിതം പ്രകീർത്തിക്കപ്പെടുന്ന ആ ഭഗവാനെ ഞാൻ നമിക്കുന്നു. യസ്യാവതാര ചരിതാനി വിരിഞ്ചി ലോകേ ഗായന്തി നാരദമുഖാ ഭവപത്മജാദ്യാഃ ആനന്ദജാശ്രു പരിഷിക്ത കുചാഗ്രസീമാ വാഗീശ്വരി. വാഗീശ്വരി സരസ്വതി. സരസ്വതിനെ പറഞ്ഞ ആനന്ദബാഷ്പം കൊണ്ട് നനഞ്ഞ ആ സരസ്വതി ദേവിയും തമഹം ശരണം, അങ്ങനെ എല്ലാവരാലും പ്രകീർത്തിക്കപ്പെടുന്ന ശ്രീരാമചന്ദ്രസ്വാമിയെ തമഹം ശരണം പ്രപദ്യേ, ഞാൻ ശരണം പ്രാപിക്കുന്നു. അതാണ് പറഞ്ഞത്. ഇനി 49. ഇത് മുഴുവൻ അഹല്യസ്തുതിയാണ് കേട്ടോ. സോയം പരാത്മാ പുരുഷ പുരാണ
ഏഷ സ്വയം ജ്യോതിരനന്ത ആദ്യ മായാതനും ലോകവിമോഹനീയാം ധത്തേ പരാനുഗ്രഹ ഏഷ രാമഃ. സ അയം, ആ ഇവൻ, പരാത്മാ. അപ്പൊ അങ്ങനെയുള്ള രാമേന്ദ്രസ്വാമി എങ്ങനെയാണ്? പരമാത്മാവാണ്. പുരുഷ, എല്ലാവരുടെയും അന്തര്യാമിയായിട്ടുള്ള ആ പുരുഷോത്തമനാണ്. പുരാണ, എന്നും ഉള്ള ആളാണ്. എന്നും ഭൂതത്തിലും വർത്തമാനത്തിലും ഭാവിയിലും ഒരുപോലെ എന്നും നിൽക്കുന്ന ആളാണ്. ഏഷ, ഇവൻ, സ്വയം ജ്യോതി, മാത്രല്ല സ്വയം പ്രകാശ സ്വരൂപനാണ്. അനന്ത, അന്തമില്ലാത്തവൻ, മീൻസ് ഇൻഫിനിറ്റ് ആണ്, നാശമില്ലാത്തവനും. ആദ്യ, എല്ലാറ്റിനും കാരണം. ആദ്യം ചെന്ത, എല്ലാ നമ്മൾ കാണുന്ന എല്ലാറ്റിനും കാരണങ്ങൾക്ക് കാരണമായവനും ആണ്. ഏഷ രാമ, ഈ രാമൻ, പരാനുഗ്രഹേ, അതായത് ഈ ലോകത്തിനെ ബാക്കിയുള്ളവരെ അനുഗ്രഹിക്കുന്നതിൽ, ലോകവിമോഹനീയാം, ലോകത്തെ മോഹിപ്പിക്കുന്ന തരത്തിലുള്ള മായാശരീരത്തെ, മായാതനും, മായാശരീരത്തെ ധത്തെ, ധരിക്കുന്നു. എന്താ പറഞ്ഞാല് ബ്രഹ്മാദിദേവന്മാരാൽ ഒക്കെ വന്ദിതനായിട്ടുള്ള, വന്ധ്യനായിട്ടിരിക്കുന്ന ഈ പരമാത്മാവായിരിക്കുന്ന ഈ രാമൻ വാസ്തവം പറയാച്ചാൽ മായയ്ക്ക് അതീതനാണ്. സർവചരാചരങ്ങളിലും അന്തര്യാമിയായിട്ട് വസിക്കുന്നവനും എന്നും ഒരുപോലെ നിൽക്കുന്നവനും, അതായത് യാതൊരു ഉപാധികളും ഇല്ല, എപ്പോഴും വർത്തിക്കുന്നവനാണ്, നാശമില്ല, അല്ലേ? പിന്നെയോ സ്വയം പ്രകാശ സ്വരൂപനാണ്. ആരുടെയും സഹായം വേണ്ട പ്രകാശിക്കാൻ. സ്വയം പ്രകാശ സ്വരൂപനും ഏത് കാലത്തും നശിക്കാത്തവനാണ്. സർവ കാരണഭൂതനും ആണ്. എന്നെ പോലെയുള്ള ഈ അജ്ഞന്മാരായിട്ടുള്ള ജനങ്ങളെ, എന്നെ പോലുള്ള, അഹല്യ പറയാണ്, അഹല്യെ പോലുള്ള അജ്ഞാനികളായിട്ടുള്ള ആൾക്കാരെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങ് ഈ കമനീയമായിട്ടുള്ള മനുഷ്യരൂപം ധരിച്ചിട്ട് ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് എന്ന് പറയണം അഹല്യ. എല്ലാവരാലും വന്ദിക്കപ്പെട്ടവനാണ്, എല്ലാവരുടെയും അന്തര്യാമിയാണ്, സ്വയം പ്രകാശ സ്വരൂപനാണ്. അങ്ങനെയുള്ള ഏത് കാലത്തും നശിക്കാതെ നിൽക്കുന്നവനാണ്. അങ്ങനെയുള്ള അങ്ങ് എന്നെ പോലുള്ള അജ്ഞാനികളെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് സത്വഗുണം സ്വീകരിച്ച് മനുഷ്യരൂപം കൈക്കൊണ്ട് എനിക്ക് ദർശനം തന്ന പോലെ ദർശനം തരണത്. സ്വയം പരാത്മാ പുരുഷ പുരാണ ഏഷ സ്വയം ജ്യോതിരനന്ത ആദ്യ മായാതനും, മായാതനും മാനുഷരൂപം എടുത്തിട്ട് ലോകവിമോഹനീയാം, ലോകത്തിനെ മുഴുവൻ മോഹിപ്പിക്കുന്ന അത്ര കമനീയ രൂപം. ധത്തേ പരാനുഗ്രഹ ഏഷ രാമ, ബാക്കിയുള്ളവരെ അനുഗ്രഹിക്കാൻ വേണ്ടി മാത്രാണ് എന്ന് പറഞ്ഞു. അയം ഹി വിശ്വോദ്ഭവ സംയമാനാമേകസ്വമായാ ഗുണ ബിംബിതോയ വിരിഞ്ചി വിഷ്ണീശ്വര നാമഭേദാൻ ധത്തേ സ്വതന്ത്ര പരിപൂർണ ആത്മാ. എന്താ അറിയോ? വിശ്വോദ്ഭവ സംയമാനം, ഈ ജഗത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരം അല്ലെങ്കിൽ സൃഷ്ടിസ്ഥിതി ലയങ്ങളുടെ സ്വതന്ത്ര കർത്താവ്, ഈ ലോകത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുടെ മുഴുവൻ കർത്താവാണ്. അയം ഏകഹി, ഈ അങ്ങ് മാത്രമേ ഉള്ളൂ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്കും മുഴുവൻ നടത്തുന്നത് അങ്ങനെയാണ് മുഴുവൻ. സ്വമായാഗുണ ബിംബിത, തന്റെ മായാഗുണങ്ങളിൽ തന്നെ പ്രതിബിംബിച്ചുകൊണ്ട്, റിഫ്ലക്ട് ചെയ്തുകൊണ്ടേ, പരിപൂർണ ആത്മായഹ, സർവത്ര നിറഞ്ഞിരിക്കുന്ന ആത്മാവായ അങ്ങ്, വിരിഞ്ചി വിഷ്ണീശ്വര നാമഭേദൻ, അതായത് ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്ന പല നാമങ്ങളില് ധത്തെ ധരിക്കുന്നു. അതായത് എന്താ പറഞ്ഞാൽ അങ്ങനെയാണ് ഈ പരമാത്മ ചൈതന്യം അല്ലെങ്കിൽ പരബ്രഹ്മം തന്നെയാണ് ഈ ലോകത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് എല്ലാം കാരണം. പക്ഷേ രജോഗുണം സ്വീകരിച്ച് ബ്രഹ്മാവായിട്ടും സത്വഗുണം സ്വീകരിച്ച്
സ്ഥിതി, അതായത് രക്ഷയ്ക്ക് പാലകനായിട്ട് വിഷ്ണുവായിട്ടും തമോ ഗുണം സ്വീകരിച്ച് രുദ്രനായിട്ട് സംഹാരം നടത്താനും ഈ പരമാത്മ ചൈതന്യമായ പരബ്രഹ്മം തന്നെ അങ്ങാണ് ഇതൊക്കെ ചെയ്യണ. ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ 3 പേരില് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരായിട്ട് വരുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് അവരുടെ ഉള്ളിലത്തെ ശക്തിയും ഈ പരബ്രഹ്മം തന്നെ ആയിട്ടുള്ള അങ്ങാണ് എന്ന് പറയാണ് ശ്രീരാമനോട്. ആ ശ്രീരാമനാണ്, ആ പരബ്രഹ്മാണ് ഇപ്പോ മനുഷ്യരൂപെടുത്ത് വന്നത് ലോകാനുഗ്രഹത്തിനായിട്ടേ. അതാണ് അയം അല്ലാതെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളൊക്കെ കാരണമാണ്. ആ പേരിന് ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്നൊക്കെ പറയണമെന്ന് മാത്രം. ഒക്കെ അതിന്റെ പിന്നിലുള്ള ശക്തിയൊക്കെ അങ്ങനെയാണെന്ന്. അയം ഹി വിശ്വോദ്ഭവ സംയമാനാമേകസ്വമായാ ഗുണബിംബിതോയ വിരിഞ്ചി വിഷ്ണീശ്വര നാമഭേദാൻ. പല നാമങ്ങളിൽ അറിയണമെന്ന് മാത്രം. ഒക്കെ അങ്ങനെയാണ്. ദത്തേ സ്വതന്ത്ര പരിപൂർണ ആത്മാ. അങ്ങനെയാണ് ഈ ലോകം മുഴുവനെ നിറഞ്ഞു നിൽക്കണ ആ ശക്തിയും ഈ സൃഷ്ടി സംഹാരങ്ങളെ പിന്നിലുള്ള ശക്തിയും എല്ലാം അങ്ങനെയാണ്. പിന്നെയും നമോസ്തുതേ അഹല്യസ്ഥിതി പിന്നെയും നമസ്കരിക്കണം. നമോസ്തുതേ രാമ തവാഘ്രി പങ്കജം ശ്രിയാ ധൃതം വക്ഷസിലാളിതം പ്രിയാൽ ആക്രാന്തമേകേന ജഗത്രയം പുരാ ധ്യേയം മുനീന്ദ്രൈരഭിമാനവർജിതൈ. രാമ, ഹേ രാമ, പ്രിയാൽ ശ്രിയാ വക്ഷസി ധൃതം ലാളിതം. അതായത് സ്നേഹം കൊണ്ട് പിന്നെ മഹാലക്ഷ്മിയെ മാറിൽ ധരിച്ചവനും പുര ഏകേന ജഗത്രയം ആക്രാന്തം. പണ്ട് ഈ 3 ലോകങ്ങളെയും ഒരടി കൊണ്ട് അളന്നവനും അല്ലെ വാമനൻ. മഹാലക്ഷ്മിയെ മാറിലണിഞ്ഞവനും ഭൂമിയെ ഒരടി കൊണ്ട് അളന്നവനും അഭിമാനവർജിതൈഹി മുനിഭി. അഭിമാനമില്ലാത്തവരായ മുനികളാൽ ധ്യേയം ധ്യാനിക്കപ്പെടുവാൻ, അതായത് വളരെ ജ്ഞാനികളാൽ ധ്യാനിക്കപ്പെടുവാൻ യോഗ്യവുമാകുന്നു. അങ്ങയാണ് വലിയ വലിയ യോഗീശ്വരന്മാരൊക്കെ ധ്യാനിക്കണതേ. എന്താ കാരണം വെച്ചാൽ അതിലും മീതെ ഒരു ശക്തി ഇല്ലാന്ന് അവർക്ക് അറിയാം. അതാണ് തവ അംഘ്രി പങ്കജം, ഇങ്ങനത്തെ അങ്ങയുടെ ചരണാരവിന്ദം തേ നമഃ അസ്തു, ഞാൻ അങ്ങയ്ക്കായി നമസ്കരിക്കുന്നു. അതായത് പിന്നെയും ഭഗവാന്റെ മഹിമ പറയാണ്. ഹേ രാമ, ലക്ഷ്മി ദേവിയുടെ പിന്നെ വാസസ്ഥലമായിട്ടുള്ള മാറോട് കൂടിയവനും 3 ലോകങ്ങളെയും ഒരടിയാൽ അളന്നവനും ഞാൻ എൻ്റെ എന്നുള്ള ഭാവമില്ലാത്ത മുനികളാൽ ധ്യാനിക്കാൻ യോഗ്യതയുള്ളവനും ആയ അങ്ങയുടെ പാദാരവിന്ദങ്ങളെ ഞാൻ നമസ്കരിക്കുന്നു. പാദാരവിന്ദങ്ങളിൽ ഞാൻ നമസ്കരിക്കുന്നു. നമോസ്തുതേ രാമ തവാഘ്രി പങ്കജം ശ്രിയാ ധൃതം വക്ഷസിലാളിതം പ്രിയാൽ. സ്നേഹം കൊണ്ട് മഹാലക്ഷ്മി മാറിലണിഞ്ഞിരിക്കുന്നു. ആക്രാന്തമേകേന ജഗത്രയം പുരാ. പണ്ട് 3 അടി കൊണ്ട് അളന്നൂലോ അത്. ധ്യേയം മുനീന്ദ്രൈരഭിമാനവർജിതൈ. പിന്നെ മുനികളാൽ ധ്യാനിക്കപ്പെടുന്നവനുമായ അങ്ങയുടെ ചരണങ്ങൾ പാദകമലങ്ങളെ ഞാൻ ആശ്രയിക്കുന്നു. ഇനി ജഗദാമാദിഭൂതസ്ത്വം ജഗത്വം ജഗദാശ്രയ സർവഭൂതേഷു സംയുക്ത ഏകോ ഭാതി ഭവൻ പരാ. ഹേ രാമ, എന്താ പറയണ, ജഗതാം ലോകങ്ങളുടെ ആദിഭൂതഹത്വം ഏറ്റവും ആദ്യമുള്ളവനും നിന്തിരുവടി അല്ല ജഗത് ത്വം, ജഗത്ത് നിന്തിരുവടി. അങ്ങ് ലോകം തന്നെ അങ്ങാണ്. അതാണല്ലോ വിരാട് സ്വരൂപം. ജഗത് ആശ്രയം, ജഗത്തിന്റെ ആശ്രയവും അങ്ങാണ്. സർവഭൂതേഷു എല്ലാ ഭൂതങ്ങളിലും അസംയുക്ത, എല്ലാ ഭൂതങ്ങളിലും അങ്ങുണ്ട്, എന്നാ വേറിട്ട് നിൽക്കണുണ്ട്. അങ്ങനെയാണല്ലോ ഭഗവാൻ. ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നുണ്ട്, പക്ഷെ വേറിട്ട് നിൽക്കാനും പറ്റും. അന്യനായ ഭവാൻ ഏകഭാതി, അങ്ങ് മാത്രം ഇതാ പ്രകാശിച്ചു നിൽക്കണു എന്ന് പറയണ. ഹേ രാമ, എന്താ പറയണ, സർവലോകങ്ങളുടെയും ഈ ഉൽപ്പത്തിക്ക്, അതായത് ഈ സർവലോകങ്ങളും ഉണ്ടാവാൻ കാരണമായവനും
അത് മാത്രല്ല, ഈ ലോകം തന്നെ അങ്ങാണ്. ഈ ലോകങ്ങളുടെ അധിഷ്ഠാനമാണെങ്കിലും അങ്ങ് അവരോടൊന്നും യോജിച്ച് നിൽക്കണമില്ല. അന്വയവും വ്യതിരേകവും എന്ന് പറഞ്ഞുവല്ലോ നമ്മളെ. ചേർന്ന് നിൽക്കേണ്ട, എല്ലാറ്റിലും നിൽക്കുന്നുണ്ടെങ്കിലും ചേർന്ന് നിൽക്കണില്ല, വേറിട്ട് നിൽക്കാനും പറ്റും. ആകയാൽ ഒന്നോടും ബന്ധമിപ്പെടാതെ എല്ലാറ്റിലും ഉണ്ടേനും എല്ലാറ്റിൽ നിന്നും ഭിന്നനായിരിക്കുന്ന നിന്തിരുവടി മാത്രമേ ശരിക്കുള്ളൂ എന്ന് പറയാണ്. മറ്റതൊക്കെ മായോണ്ട് തോന്നുകയാണല്ലോ ഈ ദൃശ്യപ്രപഞ്ചം. ശരിക്ക് ആ പരമാത്മ ചൈതന്യം മാത്രമേ ഉള്ളൂ. മായ കൊണ്ട് നമുക്ക് തോന്നുകയാണ്. അതായത് വേറെ ഒന്നും, രണ്ടാമതൊന്നും ഇവിടെ ഇല്ല. അദ്വൈത ശക്തിയായിട്ട് ആ പരബ്രഹ്മം മാത്രമേ ഉള്ളൂ എന്നുള്ള പരമസത്യമാണ് അഹല്യ പറയണത്. അങ്ങല്ലാതെ ഇവിടെ യാതൊന്നുമില്ല. അതായത് ഈ ലോകം തന്നെ അങ്ങാണ്. അത് നമ്മൾ പറഞ്ഞില്ലേ, ഉപാദാന കാരണം, നിമിത്ത കാരണം എന്നൊക്കെ നമ്മള് ഭാഗവതത്തിൽ ഒരുപാട് പറഞ്ഞു. അതായത് അങ്ങനെയാണ്, അങ്ങയിൽ നിന്നാണ് ഈ ലോകം ഉണ്ടാവുന്നത്. അങ്ങ് തന്നെയാണ് ഈ ലോകവും, അതായത് നിറഞ്ഞു നിൽക്കുന്നത്. ഇപ്പൊ നമുക്ക് ഒരു പിന്നെ എന്താണ്, ഞാൻ ഒന്നും കൂടി പറയാതെ ക്ലിയർ ആവാൻ, അതായത് ഇപ്പൊ ഒരു സ്വർണം കൊണ്ടാണ് നമ്മൾ വള ഉണ്ടാക്കണത് എന്ന് വെച്ചോളൂ, എന്തെങ്കിലും ഒരു ആഭരണം സ്വർണം കൊണ്ടാണ് ഉണ്ടാക്കണത്. പക്ഷെ ഉണ്ടാക്കാൻ ഒരു നിമിത്ത കാരണം, ഉണ്ടാക്കാൻ ഒരാൾ വേണം അല്ലെ? ഇപ്പൊ സ്വർണ്ണപ്പണി അറിയണ ഒരാൾ വേണമല്ലോ അത് ഉണ്ടാക്കാൻ. അതാണ് നമ്മൾ സാധാരണ ഈ ലോകത്തിൽ കാണുന്ന എല്ലാ സാധനങ്ങളുടെയും ഉപാദാന കാരണവും നിമിത്ത കാരണവും വേറെയാണ്. സ്വർണം കൊണ്ടാണ് എല്ലാ ആഭരണങ്ങളും എന്ന് പറയാം. കുറെ ആഭരണങ്ങളോട് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിന്റെയും ഉപാദാന കാരണം സ്വർണ്ണാണ്. സ്വർണം കൊണ്ടാണ് ഉണ്ടാക്കണത്. പക്ഷേ നിമിത്ത കാരണം ആ ഒരു ഷേപ്പിലാക്കി തീർക്കണത് ആരാ? വേറൊരാളാണ്. ആ സ്വർണം തന്നെയല്ല. പക്ഷേ ഈ ജഗത്തിന്റെ കാര്യത്തിൽ മാത്രം അത് വ്യത്യാസമാണ്. ജഗത്തിന്റെ ഉള്ളില് കാണുന്ന എല്ലാ സാധനങ്ങളുടെയും ഉപാദാന കാരണം നിമിത്ത കാരണവും വേറെയാണ്. പക്ഷേ ഈ ജഗത്തിന്റെ എടുക്കുകയാണെങ്കിൽ ഉപാദാന കാരണം ഭഗവാനാണ്, നിമിത്ത കാരണം ഭഗവാനാണ്. ഭഗവാൻ തന്നെയാണ് ലോകം, ഭഗവാൻ തന്നെയാണ് ഉണ്ടാക്കിയത്. ഭഗവാൻ അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഭഗവാനെ കൊണ്ട് ഭഗവാൻ തന്നെ ഉണ്ടാക്കി, ഭഗവാൻ തന്നെ നിറഞ്ഞു നിൽക്കുന്നതായ ഭഗവാൻ മാത്രമുള്ളതാണ്. ഭഗവാൻ മാത്രമേ ഉള്ളൂ, രണ്ടാമതൊന്നില്ല. അതാണ് ഇവിടെ പറയണത് കേട്ടോ. അപ്പൊ ജഗതാമാദിഭൂതസ്ത്വം ജഗത്വം ജഗദാശ്രയ സർവഭൂതേഷു സംയുക്ത ഏകോ ഭാതി ഭവാൻ പരാ. ഭഗവാൻ അല്ലാണ്ട് ഇല്ല ഒന്നും. ഇനി ഓങ്കാരവാച്യസ്ത്വം രാമ വാചാമവിഷയ പുമാൻ വാച്യവാചകഭേദേന ഭവാനേവ ജഗന്മയാ. രാമ, ഹേ രാമ, ഓങ്കാരവാച്യ, ഓങ്കാരം കൊണ്ട് നമുക്ക് ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കും. ഓങ്കാരത്താൽ പ്രാപിക്കപ്പെടുവാൻ, ഓങ്കാരത്താൽ ഡിഫൈൻ ചെയ്യാൻ. ഓങ്കാരം തന്നെയാണ് ഭഗവാൻ എന്ന് പറയണം. ഓങ്കാരത്താൽ നിർവചിക്കാൻ കഴിയുന്നവനും ത്വം നിന്തിരുവടി വാചാം അവിഷയാപ്പുമാൻ. അതായത് വാക്കുകൾക്ക് അതീതനാണ്, വാക്കുകൾക്ക് വിഷയമേ അല്ല. അങ്ങ് ഓങ്കാരാണ്. ഓങ്കാരം കൊണ്ട്, ഓങ്കാരം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. പക്ഷേ വാക്കുകളെ കൊണ്ട് അങ്ങേ പിന്നെ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല, നിർവചിക്കാൻ പറ്റില്ല. വാക്കുകൾക്ക് അതീതനാണ്. പിന്നെയോ വാച്യവാചക ഭേദേന, വാചകം എന്ന ഭേദത്താൽ ജഗന്മയ, ജഗത്സ്വരൂപൻ ഭവാനേവ, നിന്തിരുവടി തന്നെ. എന്താ പറഞ്ഞ വെച്ചാൽ ഓങ്കാരം എന്ന് പറഞ്ഞാൽ ഭഗവാൻ തന്നെയാണെന്ന് പറയുന്നുണ്ട്. അതായത് തസ്യ വാചക പ്രണവ എന്ന് പറയുന്നുണ്ടല്ലോ. അതായത് പ്രണവം ബ്രഹ്മം തന്നെയാണെന്ന് പറയുന്നുണ്ട്, ശരിയാണ്. പക്ഷേ വേറൊന്നും കൂടിയും പറയുന്നുണ്ട് വേദങ്ങളെ. എന്താ അറിയോ? യഥോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാസഹ. വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും പ്രാപിക്കാൻ സാധിക്കാത്തതാണെന്ന് പറയുന്നുണ്ട്. ഓംകാരാണെന്ന് പറയുന്നുണ്ട്, ശരി. അത് പറയുന്നുണ്ട്. എന്താ? തസ്യ വാചക പ്രണവ എന്ന് പറയുന്നുണ്ട്. ഓക്കെ. പക്ഷേ വാക്കുകൊണ്ടോ യഥോ
വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ. അപ്രാപ്യാണ് എന്തുകൊണ്ട്? വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും. അതും പറയുന്നുണ്ട്. ശ്രുതി തന്നെ പറയുന്നുണ്ട്, അത് വേദങ്ങൾ തന്നെ പറയണു. അപ്പോ അങ്ങ് ശുദ്ധ ബ്രഹ്മം തന്നെയാണ്. അതാണ് ഓംകാരം എന്ന് പറഞ്ഞാൽ ശുദ്ധ ബ്രഹ്മാണ്. അല്ലാണ്ട് അതായത് വാച്യം വാചകം എന്നുള്ള ഭേദമൊന്നും അങ്ങ് രണ്ടാമതൊന്നില്ല. അങ്ങ് ബ്രഹ്മം തന്നെയാണ്. ആ ബ്രഹ്മം മാത്രമേ ഉള്ളൂ. വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാനോ പറയാനോ പറ്റില്ല. അതായത് വാക്കുകൊണ്ട് പറയാൻപ്പെടുന്ന അതായത് വചിക്കപ്പെടുവാൻ യോഗ്യമായ വസ്തു എന്നും വാചകം എന്നുള്ള ഭേദമൊക്കെ വെറുതെ ഇല്ലാത്തതാണ്. ഒന്നുമല്ല, ഭഗവാൻ മാത്രമേ ഉള്ളൂ. വാക്കും വാചകവും ഒന്നും അവിടെ ഇല്ല. അതുകൊണ്ടൊന്നും ഭഗവാനെ പ്രാപിക്കാനും പറ്റില്ല. അതായത് ഭഗവാൻ അതായത് വാസ്തവത്തില് ഏകനായിട്ടുള്ള ഭഗവാൻ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ആ ബ്രഹ്മം മാത്രമേ ഇവിടെ ഉള്ളൂ. ആ ബ്രഹ്മം തന്നെയാണ് അങ്ങനെ. അതാണ് പറഞ്ഞത് കേട്ടോ. ഓങ്കാരവാച്യസ്ത്വം രാമ വാചാമവിഷയ പുമാൻ. അവിഷയാണ്, വാക്കിന് വിഷയല്ല. മീൻസ് വാക്കിന് അതീതാണെന്നർത്ഥം. വാച്യവാചകഭേദേന, വാച്യം വാചകം അങ്ങനെയൊന്നും ഇല്ല ഭഗവാനെ പറ്റി. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഭവാനേവ ജഗന്മയാ. ഭവാൻ ജഗത്താണ്, ജഗത്ത് ഭഗവാനാണ്. ഭഗവാനല്ലാതെ വേറെ ഒന്നുമില്ല. വലിയ തത്വമാണ് അഹല്യ പറയണതേ. ഈ നമുക്ക് പിന്നെന്താണ് ഈ പിന്നെന്താണ് എഴുത്തച്ഛൻ പറയണതും കൂടി നമുക്കൊന്ന് കുറച്ച് വായിക്കാം, കുറച്ച് ഭാഗം. അതിൽ നല്ല രസമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. ജഗദാശ്രയം ഭവാൻ ജഗത്തായതും ഭവാൻ ജഗദാമാദിഭൂതനായതും ഭവാനല്ലോ. സർവഭൂതങ്ങളിലൂ മസക്തനല്ലോ ഭവാൻ നിർവികാരാത്മാ സാക്ഷീഭൂതനായതും ഭവാൻ. അജനവ്യയൻ ഭവാൻ അജിതൻ നിരഞ്ജനൻ വചസാം വിഷയമല്ലാത്തൊരാനന്ദമല്ലോ. വാക്കിന് വിഷയമല്ലാത്ത സച്ചിദാനന്ദാണ്. വാച്യവാചകോഭയഭേദേന ജഗന്മയൻ വാച്യനായി വരേണമേ വാക്കിനു സദാ മമ. അതാ ഇപ്പൊ ഈ പറഞ്ഞത് തന്നെയാണ് ഇതിൽ പറഞ്ഞത്. ഇനി പറയാൻ പോണതും കൂടി ഞാൻ കുറച്ച് വായിക്കാം. കാര്യകാരണ കർത്തൃ ഫലസാധനാഭേദം മായയാ ബഹുവിധ രൂപയാ തോന്നിക്കുന്നു. കാര്യവും കാരണമൊക്കെ മായോണ്ട് നമുക്ക് തോന്നുകയാണ്. കാരണം മാത്രമേ ഉള്ളൂ, ഭഗവാൻ മാത്രമേ ഉള്ളൂ. ഈ കാര്യം വെച്ചാൽ ജഗത്താണ്, ആ ജഗത്തില്ലാന്ന്. കേവലമെന്നാകിലും നിന്തിരുവടിയതു സേവകന്മാർക്കു പോലും അറിവാനരുതല്ലോ. ത്വന്മായാ വിമോഹിത ചേതസാമജ്ഞാനിനാം ത്വന്മാഹാത്മ്യങ്ങൾ നേരെ അറിഞ്ഞു കൂടായല്ലോ. മാനസേ വിശ്വാത്മാവാം നിന്തിരുവടി തന്നെ മാനുഷനെന്നു കൽപ്പിച്ചിടുവോർ അജ്ഞാനികൾ. അജ്ഞാനികൾ അങ്ങേ മനുഷ്യനാണെന്ന് വിചാരിക്കും ശ്രീരാമനെ. പുറത്തും അകത്തും എല്ലാടവുമൊക്കെ നിറഞ്ഞിരിക്കുന്നതു നിത്യം നിന്തിരുവടിയല്ലോ. ശുദ്ധൻ അദ്വയൻ സമൻ നിത്യൻ നിർമ്മലനേകൻ ബുദ്ധൻ അവ്യക്തൻ ശാന്തൻ അസംഗൻ നിരാകാരൻ സത്വാദി ഗുണത്രയ യുക്തയാം ശക്തിയുക്തൻ സത്വങ്ങളുള്ളിൽ വാഴും ജീവാത്മാവായ നാഥൻ. ഭക്താനാം മുക്തിപ്രദൻ യുക്താനാം യോഗപ്രദൻ സക്താനാം മുക്തിപ്രദൻ സിദ്ധാനാം സിദ്ധിപ്രദൻ. തത്വാധാരാത്മാദേവൻ സകല ജഗന്മയൻ തത്വജ്ഞൻ നിരൂപമൻ നിഷ്കളൻ നിരഞ്ജനൻ നിർഗുണൻ നിശ്ചഞ്ചലൻ നിർമ്മലൻ നിരാധാരൻ നിഷ്ക്രിയൻ നിഷ്കാരണൻ നിരഹങ്കാരൻ നിത്യൻ സത്യജ്ഞാനാനന്ദാനന്ദാമൃതാത്മകൻ പരൻ സത്താമാത്രാത്മാ പരമാത്മാ സർവാത്മാ വിഭു സച്ചിത് ബ്രഹ്മാത്മാ സമസ്തേശ്വരൻ മഹേശ്വരൻ അച്യുതനാദിനാഥൻ സർവദേവതാമയൻ.
അത്രയും പറഞ്ഞു. ഇനി അത് പറയാൻ പോകണ്ട, നമ്മൾ അടുത്ത ദിവസം അത് നമ്മൾ കാണണ്ട. ഈ പറയണതൊക്കെ അതിലും പറയിട്ടോ, ഇതില് പറയും. അല്ലെങ്കിൽ ഇതെന്നാണല്ലോ എഴുത്തച്ഛൻ എഴുതിയത്. അതാണ് ഈ നിന്തിരുവടി അല്ല നിന്തിരുവടിയായത് എത്രയും മൂഢാത്മാവായ അന്ധയായുള്ളോരു ഞാൻ എങ്ങനെ അറിയുന്നു. എനിക്ക് എന്താ അറിയാം, എനിക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമോ ചോദിക്കാണ്. നിന്തിരുവടിയുടെ തത്വമെന്നാലും ഞാനോ സന്തതം ഭൂയോ ഭൂയോ നമസ്തേ നമോ നമ. അറിയില്ലെങ്കിൽ ഇങ്ങനെ നമസ്കരിക്കാണ്. പിന്നെയാണ് പറയണത്, എത്ര കുത്രാപി വസിച്ചിടിലുമെല്ലാ നാളും പൊൽ ചൊ- പൊൽത്തളിരടികളിൽ ഇളക്കം വരാതൊരു ഭക്തിയുണ്ടാക വേണമെന്നൊഴിഞ്ഞ പരം ഞാൻ അർത്ഥിച്ചിടുന്നേയില്ല. നമസ്തേ നമോ നമ. നമസ്തേ രാമ രാമ പുരുഷാധ്യക്ഷ വിഷ്ണു. നമസ്തേ രാമ രാമ ഭക്തവത്സല രാമ. നമസ്തേ ഹൃഷീകേശ രാമ രാഘവ രാമ. നമസ്തേ നാരായണ സന്തതം നമോസ്തുതേ. അത് അവിടെ നിർത്താം. എന്തൊരു ഇത് ശരിക്കും അധ്യാത്മരാമായണത്തിന് തന്നെ ബേസ് ചെയ്തിട്ടാണ് എഴുത്തച്ഛൻ. അത് നമുക്ക് ശരിക്കും വായിക്കുമ്പോൾ തന്നെ സെയിം വാക്കുകൾ തന്നെ ഉപയോഗിക്കണം അല്ലേ. ഒരുപാട് സംസ്കൃത പദങ്ങൾ തന്നെയാണ് കേട്ടോ എഴുത്തച്ഛൻ ഉപയോഗിച്ചിരിക്കണത്. മലയാളമാണെന്ന് നമ്മൾ പറയിച്ചാലും കുറേ സംസ്കൃത പദങ്ങൾ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇന്നിവിടെ നിർത്താം. അപ്പൊ നമ്മള് ഏതാണോ കഴിഞ്ഞതെന്ന് നോക്കട്ടെ കേട്ടോ ഞാൻ. ഓങ്കാരവാച്യസ്ഥം അല്ല കാര്യകാരണ അല്ലാണ് ഓങ്കാരവാച്യസ്ഥമാണ് കഴിഞ്ഞത്. അപ്പൊ നമ്മള് 53 കഴിഞ്ഞു. നാളെ പിന്നെ 54 ചെയ്യാം. അപ്പൊ ഇവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ.